പുരുഷ ട്വൻ്റി ലോകകപ്പിൽ ഇപ്രാവശ്യത്തേതടക്കം 2 ലോക കിരീടങ്ങൾ ടീം ഇന്ത്യയുടെ പേരിലുണ്ട്. എന്നാൽ വനിതാ ക്രിക്കറ്റ് ടീമിന് കഴിഞ്ഞ 8 ലോകകപ്പുകൾ കളിച്ചിട്ടും ഒരു കിരീടം നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. 2020 റണ്ണേഴ്സ് അപ്പായതാണ് വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ലോകകപ്പിൽ തന്നെ ഏറ്റവും മികച്ച നേട്ടം. ഇത്തവണയെങ്കിലും കന്നി ലോക കിരീടത്തിൽ മുത്തമിടാൻ ഇന്ത്യൻ പെൺപുലികൾക്ക് കഴിയുമോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീക്ക് സ്പോർട്സ്. ഈ വീഡിയോയിൽ ചെറിയ അപാകതകളും കുറ്റങ്ങളും കണ്ടേക്കാം. കഴിയുമെങ്കിൽ ശ്രമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ. ഈ വരുന്ന ആഗസ്റ്റ് 3 മുതൽ 20 വരെ ദുബായിലും ഷാർജയിലുമായാണ് വനിതാ ട്വൻ്റി വേൾഡ് കപ്പ് അരങ്ങേറുന്നത്. 10 ടീമുകളാണ് ഇത്തവണ കപ്പിന് വേണ്ടി മാറ്റുരക്കുന്നത്. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയൻ വനിതകളുടെ അപ്രമാദിത്യമാണ് കാണാൻ കഴിയുന്നത്. കണക്കുകൾ വെച്ച് നോക്കിയാൽ വേൾഡ് കപ്പ് നടത്തുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് എന്ന് തോന്നിപ്പോകും. കാരണം 8 പതിപ്പുകളിൽ 6 കിരീടം, 7 തവണ ഫൈനലിലും കളിച്ചു. 2009 പ്രഥമ വേൾഡ് കപ്പിൽ ആതിഥേയരായ ഇംഗ്ലണ്ട്, 2016 വെസ്റ്റ് ഇൻഡീസ് വനിതകളും കിരീടം ചൂടിയതൊഴിച്ചാൽ മറ്റു ടീമുകൾക്കൊന്നും ഈ കിരീടം സ്വപ്നം മാത്രമായി തന്നെ അവശേഷിക്കുന്നു. കടലാസിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യൻ വനിതകൾ പുലികൾ തന്നെയാണ്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ പലപ്പോഴും കലമുടയുന്ന പതിവ് കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ കരുത്തുറ്റ നിര തന്നെയാണ് ഇത്തവണയും ടൂർണമെന്റിന് ഇറങ്ങുന്നത്. ടീമിൽ 2 മലയാളി സാന്നിധ്യവുമുണ്ട്. ഓൾറൗണ്ടർ സജന സജീവനും സ്പിന്നർ ആശാ ചോപ്നയും അതിൽ ഉൾപ്പെടുന്നവരാണ്. ഓസ്ട്രേലിയ ഉൾപ്പെട്ട എ ഗ്രൂപ്പിലാണ് ഇത്തവണ ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബർ 4-ാം തീയതി ന്യൂസിലൻഡുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. കപ്പിൽ കുറഞ്ഞതൊന്നും ഈ പ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത്തവണ ഒക്ടോബർ 20 നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയും ഉണ്ടാകട്ടെ. ഇന്ത്യക്ക് വേണ്ടി ആദ്യ ലോക കിരീടം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഏറ്റുവാങ്ങട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.